സുഹൃത്തുക്കളെ, ചരിത്രം തേടിയുള്ള നമ്മുടെ യാത്ര എന്നെത്തിയിരിക്കുന്നത് ചരിത്ര പ്രസിദ്ധമായ കൊടിഞ്ഞി പള്ളിയിലാണ്. നമുക്ക് അതിന്റെ ചരിത്രങ്ങളിലേക്കൊന്ന് പോയി നോക്കാം. ഒരുപാട് ചരിത്രങ്ങളുണ്ട് ഈ കൊടിഞ്ഞി പള്ളിക്ക്. കാര്യമായിട്ട് സത്യം ചെയ്യുന്ന പള്ളി എന്ന് പറയാം. സത്യം ചെയ്യുക എന്നുള്ള ഇവിടുത്തെ ഒരു പുരാതന കാലം മുതൽ നടന്നിരുന്ന ഒരു സംഗതിയാണ്. നമുക്കറിയാം, ഈ പള്ളിയുടെ നിർമ്മാണം മമ്പ്രം തങ്ങള് ആ കാലഘട്ടത്തിലായിരുന്നു നിർമ്മിച്ചിരുന്നത്. പിന്നീട് അവരുടെ പിൻഗാമികളായ സയ്യിദ് ഹുസൈൻ ജിഫ്രി തങ്ങൾ അവർ പെങ്ങളുടെ മകനാണ്. മമ്പ്രം തങ്ങളുടെ പെങ്ങളുടെ മകനായിരുന്നു ഇവിടുത്തെ കത്തിയിട്ട്. പല ദിക്കുകളിൽ നിന്നും ആളുകള് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സത്യം ചെയ്യൽ കർമ്മത്തിന് എത്തിച്ചേരുന്നത് ഈ പള്ളിയിൽ. ഇവിടെ വെച്ചിട്ടായിരുന്നു സത്യം ചെയ്യൽ. ഇവിടെ വെച്ചിട്ടാണെങ്കിലും ആ വിഷയവുമായി വരുന്ന ആളുകളെ രമ്യതയിലെത്തിക്കാനുള്ള പരമാവധി ശ്രമങ്ങൾ നടത്തല് ഇവിടെ വെച്ചിട്ടാണ്. ഇവിടെ നിന്നും രമ്യമാകാത്തതാണ് പിന്നീട് എന്ത് ചെയ്യാ, നമ്മൾ ആ കാണുന്ന ഈ കൊടിഞ്ഞി വലിയ മസ്ജിദിന്റെ ഉള്ളില് അവിടെ മിമ്പറിന്റെ അവിടെ കൊണ്ടുപോയിട്ട് ജുമാ ദിവസമാണ് സത്യം ചെയ്യുക. അപ്പോൾ ആ സത്യം ചെയ്യുന്ന ജനങ്ങളെ വന്നുകൊണ്ട് സത്യം ചെയ്യുന്ന ആ ഒരു മുസാഫ്, പഴയ കാലം മുതലേ ഉള്ളൊരു മുസാഫ് ഇന്നും ഈ ജുമാ മസ്ജിദിന്റെ മിമ്പറിൽ മാത്രമല്ല, നമുക്കറിയാം ഒരുപാട് മഹാത്മാക്കള് ഈ ഒരു പള്ളിയുമായി ബന്ധപ്പെട്ട ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, മുമ്പ് കോടതിയിൽ നിന്ന് തീർപ്പാക്കാൻ കഴിയാത്ത കേസുകൾ പോലും ഇവിടെ വെച്ചിട്ടാണ് കോടതിയിൽ പോലും ഈ അടുത്ത് കഴിഞ്ഞ 10 വർഷം മുമ്പ് വരെ അങ്ങനെ നടന്നിട്ടുണ്ടെന്നുള്ളതാണ്. അതന്നെ ഇപ്പോഴും തന്നെ കാസർഗോഡ് മറ്റുള്ള കേരളത്തിലെ പല പല ജില്ലകളിൽ നിന്നും ആളുകൾ ഇപ്പോഴും ഇവിടെ വരാറുണ്ട് സത്യം ചെയ്യുന്നത്. മാത്രമല്ല, ഈ സത്യം ചെയ്തതിൽ കള്ളസത്യം ചെയ്യുന്നവർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ പിന്നീട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ചരിത്രങ്ങൾ. ഒരുപാട് അനുഭവം ഇപ്പോൾ അവിടെ ഒരു ആൾ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പറയുകയാണെങ്കിൽ തന്നെ ഒരുപാടുണ്ട്. അതിൻ്റെ സ്ഥിതിയും കാര്യങ്ങളും. മാത്രമല്ല, ഇപ്പം ഈ പള്ളിക്ക് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്. നമുക്കറിയാം, ഈ കഴിഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് RSS ക്രിമിനലുകൾ കൊലപ്പെടുത്തിയ ഷഹീദ് ഫൈസലിന്റെ കബറിടവും ഈ പള്ളിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കൊടിഞ്ഞി ഫൈസലിന്റെ കബറിടവും ഈ പള്ളിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത് മതം മാറിയതിന്റെ പേരിലാണ്, ഇഷ്ടമുള്ള മതം സ്വീകരിച്ചിട്ടാണ് അവർ ആക്രമിച്ചു കൊടുത്തത്. അതിനും ഈ പള്ളിക്കും മറ്റേ ഇവിടുത്തെ പരിസരങ്ങൾക്കും ഒരുപാട് പ്രത്യേകതകളും വേറെ പ്രത്യേകതയുണ്ട്. ഇരട്ടക്കുട്ടികളുടെ നാട് കൂടി. അത് ഈ കൊടിഞ്ഞി സ്റ്റേറ്റ് അല്ല, ഇന്ത്യയിലെ ലോകത്തിലെ പിന്നെ 2ാം സ്ഥാനമാണ് ഇവിടെ എന്നുള്ളതാണ്. പിന്നെ വേറെ ഒന്നുള്ളത് ബ്രസീലാണ് തോന്നുന്നുണ്ട്. 1ാം സ്ഥാനം അല്ലേ? ഇരട്ട കുട്ടികൾ ഏറ്റവും കൂടുതലുള്ള ഒരു പ്രദേശമാണ്. അത് പിന്നെ വലിയ വേൾഡ് ചാനലൊക്കെ അതൊരു ന്യൂസ് ആയതാണ് കുറെ മുമ്പ്. അങ്ങനത്തെ ഒരു പ്രത്യേകത കൂടി ഈ കൊടിഞ്ഞിയൊക്കെ ഉണ്ട്. അത് പലതും ഒരു നല്ലൊരു നാടായിട്ട് നമ്മൾ വിലയിരുത്തുന്നു. അപ്പം ഇൻഷാല്ലാ ഈ പള്ളിയുടെ ഈ ഒരു ചരിത്രം ഇതിപ്പോ പുതുക്കി പണിയതാട്ടോ. ഈ പള്ളി നേരത്തെ പഴയ ഒരു പള്ളിയായിരുന്നു. ഓടിട്ട നല്ല എല്ലാ പഴയ പുരാതനമായൊരു മസ്ജിദ് അല്ലേ? അതിപ്പോ വളരെ ഭംഗിയായിട്ട്, ഇത് ഭംഗിയില്ലാന്നല്ല, പക്ഷെ പഴയ പള്ളിയുടെ ഒരു പ്രൗഢി ഉണ്ടല്ലേ, അതൊന്ന് പ്രത്യേകത വേറെ തന്നെയാണ്. ഇത് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, മമ്പ്രം തങ്ങളുടെ പെങ്ങളുടെ മകനായ സയ്യിദ് ഹുസൈൻ ജിഫ്രി തങ്ങളുടെ മക്ബറ സ്ഥിതി ചെയ്യുന്നുണ്ട്. അവരുടെ കുടുംബങ്ങൾ ഒരുപാട് ആളുകൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരു മസ്ജിദ് കൂടിയാണിത്. നമുക്ക് ആ ഒരു മക്ബറ കാഴ്ചകളൊക്കെ ഒന്ന് പോകാം.